മലബാറിലെ ഒരു രാഷ്ട്രീയത്തിന്റെ തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് ബേപ്പൂരായിരിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞത് തന്നെയാണ്. UDF CPM-നെതിരെ ഉയർത്താൻ പോകുന്ന, ഇപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആരോപണങ്ങളുടെയും ഒരു ശ്രദ്ധാകേന്ദ്രം അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ബേപ്പൂരാണ്. അത് ആദ്യം ഉന്നയിച്ചത് അൻവറാണ്, പിന്നെയാണ് മറ്റുള്ളവർക്ക് ഏറ്റുപിടിക്കുന്നത്. അതുകൊണ്ട് അൻവർ എവിടെ മത്സരിക്കുന്നുവോ അവിടെ അദ്ദേഹം ഉയർത്തുന്ന ആരോപണങ്ങള് തീർച്ചയായിട്ടും കേരളത്തിൽ മൊത്തത്തിലും പ്രത്യേകിച്ച് മലബാറിലും അതിന്റെ പ്രതിധ്വനികളുണ്ടായിരിക്കും. ഈ PV അൻവർ ഉന്നയിച്ച മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം CPM-ആയിട്ട് വലിയ കലഹം തുടങ്ങി വെക്കുന്നത് ഈ ന്യൂനപക്ഷ വിരുദ്ധത, CPM-ന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ന്യൂനപക്ഷ വിരുദ്ധത ഉന്നയിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൽ ഈ മുസ്ലിം സംഘടനകളൊക്കെ അദ്ദേഹത്തോട് ഏറെക്കുറെ ഐക്യപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ അന്ന് കണ്ടതാണ്. പക്ഷേ അത് പിന്നീട് നിലമ്പൂരിൽ അൻവർ മത്സരിച്ചപ്പോൾ അതങ്ങനെ വോട്ടായില്ല എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തവണ PV അൻവർ പിണറായി അദ്ദേഹം തന്നെ വിളിക്കുന്ന പിണറായിസത്തെ എതിരിട്ട് അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ വിരുദ്ധതയെ ഉയർത്തിക്കാട്ടി കൊണ്ട് രംഗത്തിറങ്ങുമ്പോൾ ഈ മുസ്ലിം സംഘടനകൾ എത്രത്തോളം അദ്ദേഹവുമായി ഐക്യപ്പെടാൻ സാധ്യതയുണ്ട്? നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്നുള്ളത് മുസ്ലിം സംഘടനകൾ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന സംഘടനകൾക്കിടയിൽ പോലും ഐക്യമുണ്ടായി, അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു ഐക്യം എന്നതിനോട് പൂർണ്ണമായി അവർ യോജിച്ചു എന്നല്ല അർത്ഥം. ഉദാഹരണത്തിന് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് CPM ഉയർത്തുന്ന വാദം ആ പഴയതുപോലെ അത് അങ്ങ് ഏൽക്കുന്നില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് CPM-ന്റെ ആരോപണം അത് കേവലം തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ള ഒരു ആരോപണം മാത്രമാണ്, അത് ആത്മാർത്ഥത ഇല്ലാത്തതാണ് എന്ന് തെളിയിക്കാൻ ഏതാണ്ട് UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം പണ്ട് കാലത്ത് ജമാഅത്തുമായിട്ട് യോജിച്ചായിരുന്നു അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു പഴയ കാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് ജമാഅത്ത് വിരുദ്ധ നിലപാട്, CPM-ന്റെ ജമാഅത്ത് വിരുദ്ധ നിലപാട് എന്നുള്ളത് ശുദ്ധ തട്ടിപ്പാണെന്നും അത് കേവലം തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ളതാണ് എന്നും UDF-ന് ഫലപ്രദമായി ചേർക്കാൻ പറ്റിയിട്ടുണ്ട്. കാന്തപുരം വിഭാഗം അത് എല്ലാ കാലത്തും CPM-നും LDF-നും അനുകൂലമായി രാഷ്ട്രീയ നിലപാടെടുത്തവരാണ്. ആ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ശേഷം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്നുള്ളത് കാന്തപുര വിഭാഗത്തിൽ പോലും CPM-ന്റെ ഈ കടുത്ത മുസ്ലിം വിരുദ്ധത എന്ന് ആരോപിക്കപ്പെടുന്ന ആ ഒരു നിലപാടിനോട് ഉള്ള ഒരു അസംതൃപ്തി പ്രകടമാണ്. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് 2026-ലെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴേക്കും മുസ്ലിം സംഘടനകൾക്കിടയിൽ കൂടുതൽ ഐക്യം ഉണ്ടാവുകയും അത് UDF-ന് അനുകൂലമായി CPM-ന് എതിരായി തീരുകയും എന്ന ഒരു കാഴ്ചയുമാണ് നമ്മൾ കാണുന്നത്.